ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന് മുന്നേ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഒരു ദിവസത്തെ ഇന്നത്തെ ഫുഡ് റൂട്ടീനാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണേ. ഇന്നലെ നമ്മളെല്ലാവരും കൂടിയിട്ട് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒരു 9 മണി ടൈമിലാണ്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്ക് ഏകദേശം 12 മണിയോടെ കടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നീക്കി എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ രാവിലെ മുട്ടയാണ് കേട്ടോ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട. കൂടുതലും അവൾ കാടമുട്ടയൊക്കെയാണ് കഴിക്കരുത്. നമ്മൾ കാടമുട്ട ഉള്ളപ്പോൾ അങ്ങനെ കാടമുട്ട രണ്ടെണ്ണമൊക്കെ പുഴുങ്ങി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നാടൻമുട്ട വീട്ടിൽ തന്നെ കോഴീനെ വളർത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന മുട്ടയാണ് കേട്ടോ 2 പേർക്ക് നമ്മൾ സനുവിനായാലും കുഞ്ഞാറ്റയ്ക്കായാലും പുഴുങ്ങി കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഒരു കുഞ്ഞൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വല്ലാണ്ട് മഞ്ഞ അങ്ങനെ ഇഷ്ടമല്ല. പകുതിയോളം കളഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാറില്ല. അപ്പം നമ്മൾ വായിൽ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവൾ കഴിക്കുകയാണെന്ന് വെച്ചാൽ പകുതിയൊക്കെ നിലത്തായിരിക്കും. അപ്പോൾ എന്തായാലും അവൾക്ക് ഇങ്ങനെ കഴിക്കാൻ എന്താണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഞാൻ മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ പകുതി കഴിക്കും, പകുതിയൊക്കെ കളയും. ഇപ്പോൾ രാത്രി ഏകദേശം 12 മണിയൊക്കെ ആയില്ലേ വീടെത്തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇത് കാണണത്. കണ്ടില്ലേ, കുഞ്ഞാറ്റ ഇന്നലെ ഇട്ട ഡ്രസ്സിൽ തന്നെയാണ്. അപ്പോൾ നീച്ച് വന്നതേ ഉള്ളൂ. നീച്ച് വന്ന മുഖമൊക്കെ കഴുകിയിട്ട് മുട്ട അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്താ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ പോയ ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. അവൾ അവിടെ ഇരിക്കുന്ന ഉപ്പും പാത്രം ആയാലും അതുപോലെ കടുകിൻ്റെയും പഞ്ചസാരയുടെയും എല്ലാ പാത്രവും എടുത്തിട്ട് അവൾ പുറത്തേക്ക് നിലത്തേക്ക് അങ്ങനെ എറിയാണ് കേട്ടോ ചെയ്യാറില്ല. ഒക്കെ നിലത്ത് ഇറക്കി വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പാത്രവും അവിടുന്ന് മാറ്റി മാറ്റി വെക്കലാണ് കേട്ടോ ഞങ്ങളുടെ പണി ഉണ്ടാവാറുള്ളത്. അടുക്കളയിലേക്ക് ഞങ്ങൾ കുഞ്ഞാറ്റ കിടന്നാൽ പിന്നെ പേടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ പിന്നാലെ വേഗം ആരായാലും ഒപ്പം പോകണം. അല്ലെങ്കിൽ ഫുള്ള് പൊടികളും എല്ലാം നിലത്തായിരിക്കും കേട്ടോ. പൊടികൾ മാത്രമല്ല, ഉള്ള പച്ചക്കറികളും എല്ലാ പാത്രങ്ങളും എല്ലാവരും നിലത്ത് കൊട്ടിയിട്ടാണ് കേട്ടോ കളിക്കുക. ആര് പറഞ്ഞാലും അവൾക്ക് ഒരു പേടിയില്ല കേട്ടോ. എടുത്ത് വെക്കാൻ പറഞ്ഞാലും ഒന്നും ആൾക്ക് ആ ഒരു മൈൻഡേ ഇല്ല കേട്ടോ. നമ്മൾ എടുത്ത് വെക്കുക അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും അവൾ അതൊന്നും കേൾക്കില്ല. അവൾക്ക് ആകെ പേടി എൻ്റെ അനിയനെ കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞാൽ മാത്രം അവൾ കൊണ്ടുപോയി വെക്കുക എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് അവളുടെ പരിപാടി തുടങ്ങി. പച്ചക്കറികൾ ഫുള്ള് നിലത്ത് കൊട്ടിയറയിൽ ആ കൊട്ട മൊത്തം സബോളയും തക്കാളി അങ്ങനെയൊക്കെ നിറച്ച് വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇവളെ പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അമ്മ ഇവിടുന്ന് ഒക്കെ മാറ്റാറുള്ളത്. പിന്നെ എൻ്റെ അമ്മ സ്ഥിരം പറയുന്നൊരു ഡയലോഗാണ് കേട്ടോ. എത്ര അടുക്കി വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടാലും നെയ്യും പിള്ളേരും വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കള ആകെ അലങ്കോലായിന്ന്. നിങ്ങളുടെ അമ്മമാരൊക്കെ അങ്ങനെ പറയുമോ? അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അമ്മ പറയണേലും കാര്യമില്ലായില്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എത്ര വൃത്തിയായി കെടുക്കണ സ്ഥലം വൃത്തികേടാക്കാൻ ഞങ്ങൾ മതി. അമ്മ ഒരു വേഗം എനിക്ക് എടുത്ത് വെച്ചോ. അമ്മ പറ്റുമ്പോൾ എടുത്ത് വെച്ചോ, എനിക്ക് വെച്ചോ. അതാ ഇപ്പം വരും കേട്ടോ. എപ്പോൾ വടിയെടുത്ത് വരും. കുഞ്ഞിട്ട് വേഗം എടുത്ത് വെച്ചോ. പിന്നെ അതാ ഞാനൊരു 9 മണി ടൈമൊക്കെ ആയപ്പോൾ അവൾക്ക് കുറച്ച് പൊരി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂരത്തിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊരിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് പൊരി ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ നുള്ളിപ്പെറുക്കി തിന്നോളൂ കേട്ടോ. 1/2 മണിക്കൂറോളം അതന്നെ തിന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അതിൻ്റെ ഇടയിൽ ഒരുപാട് വെള്ളം കുടിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ അണിച്ച പൊരി തിന്നണതിൻ്റെ ഇടയിൽ തന്നെ വെള്ളം ചോദിച്ച് വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ. വെള്ളത്തിന് അവളുടേതായ ഭാഷയാണ് കേട്ടോ പറയാറില്ല. ഇബ്ബ് എന്ന് കേട്ടോ. അത് എങ്ങനെ കണ്ടുപിടിച്ചതെന്നൊന്നും അറിയില്ല. അവൾ ഇബ്ബ് എന്നാണ് കേട്ടോ വെള്ളത്തിന് പറയാറുള്ളത്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിനെയും കുളിപ്പിച്ച് സുന്ദരിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നെന്താണോ കണ്ണും പൊട്ടൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് ഒന്നിനും അവൾ കാട്ടി തരില്ല കേട്ടോ. ആകെ അലങ്കോലമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോൾ അവൾക്ക് കുറച്ച് ചോറ് വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ കൊടുക്കണത്. ഇപ്പോഴും എന്താ ഇങ്ങനെ അരച്ച് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവൾക്ക് കൂടുതലായിട്ടും വറ്റിനേക്കാളും ഇഷ്ടം അരച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, അവൾക്ക് വയറ് നിറഞ്ഞൊന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അരച്ചിട്ട് തന്നെ എനിക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 2-3 ടീസ്പൂൺ അവൾ കഴിക്കും. കയ്യിലെന്താ?
കുഞ്ഞാറ്റയ്ക്കാണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള സംഭവം, അതായത് ഇപ്പം നേരത്തെ കണ്ടില്ലേ മുട്ട പോരി അങ്ങനത്തെയൊക്കെയാണെന്ന് വെച്ചാൽ നുള്ളിപ്പറുക്കിയിട്ടാണെങ്കിലും അവൾക്ക് വിശപ്പിനുള്ളത് അവൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ ചോറോ കോറേ അതുപോലെ വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തേക്കേ നോക്കില്ല കേട്ടോ. കരച്ചിലും വാശിയൊക്കെ ആവട്ടെ. കഴിക്കാന്ന് പറഞ്ഞ മുപ്പത്തിയാർക്ക് ഭയങ്കര സംഭവം പോലെയാണ്. അവസാനമൊക്കെ ആയപ്പോഴേക്കും കോഴീനെയും താറാവിനെയും കാക്കേനൊക്കെ നടന്ന് കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് കഴിക്കണത്. അതുവരെ ആദ്യത്തെ 2-3 വായ കഴിക്കും, ആ ഒരു വിശപ്പിൽ കഴിക്കും. അത് കഴിഞ്ഞുള്ള കഴിക്കൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഭക്ഷണം കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും രസമുള്ള പരിപാടിയാണ് കേട്ടത്. കഴിച്ച് പകുതി എത്താറാവുമ്പോൾ തുപ്പിക്കളയുക. ആ കഴിക്കാൻ കൊടുക്കുന്നതിനുള്ള കരച്ചിലാണ് കേട്ടോ കാണണേ. കുഞ്ഞാറ്റ എന്തിനാ കഴിയണേ? അണ്ടിയുടെ കയ്യിന് പാപ്പ പൈസ കേട്ടോ. പാപ്പ തന്നേനെ കുട്ടി കരയണേ. ഈയിടെ പൊന്നെ പാപ്പ തന്നേനെ കഴിയണേ. അന്ന വേണ്ട. നോക്ക് രണ്ട് വായ കഴിക്കുന്നതിനുള്ള കരച്ചിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടാകുന്നത്. അവസാനം പോയി വീടിൻ്റെ റോഡ് മുഴുവൻ നടത്തിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ച് വയറൊക്കെ ഫില്ലായപ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ടൈമിൽ കുറേ നേരം ഉറങ്ങാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് വല്ല അർജൻറ്റോ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണം, പണികൾ ഒരുക്കണം, അങ്ങനെയുള്ള ടൈമിൽ ഇവർ ഉറങ്ങുകയില്ല. അല്ലാത്ത ടൈമിലൊക്കെ കാണാതെ കുറേ നേരം ഉറങ്ങും കേട്ടോ. ഒരു പൂച്ച ഉറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓറഞ്ചും പഴമൊക്കെ. അപ്പോൾ ഞാൻ ഓറഞ്ച് 2 അല്ലി കൊടുത്തിട്ട് അവൾ അങ്ങനെ വല്ലാണ്ട് കഴിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മുറിച്ചതാക്കിയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. അവൾക്ക് നേരിട്ടൊന്നങ്ങനെ പഴം കൊടുത്ത് അവൾ ആകെ താഴേക്ക് കളഞ്ഞ് ആകെ വൃത്തികേടാക്കും. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്ത് അവൾ 1-2 അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റയുടെ നിന്ന് കൈയിട്ട് വാരിയിട്ടൊക്കെ സനുവും കഴിക്കുന്നുണ്ട് കേട്ടോ പഴമൊക്കെ. പിന്നെ ഇതപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയുടെയൊക്കെ പുറത്ത് ഭയങ്കര ചൂടുകുരിയാണ് കേട്ടോ ദേഹത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുളിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 5-6 തവണയെങ്കിലും നമ്മുടെ കുഞ്ഞാറ്റ സനുവൊക്കെ കുളിക്കും കേട്ടോ. ചൂടുകുരു മാറാൻ ഏറ്റവും നല്ലൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എണ്ണക്കക്കല്ലേ, എണ്ണ ആക്കി അതിൻ്റെ കക്ക ഉണ്ടാവും, അത് മേല് നന്നായി തേച്ച് പിടിപ്പിച്ച് കുളിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ സനുവിന് രാത്രി ഞാൻ ചോറും മീൻ വറുത്തതും കണ്ടോ കൊടുത്തിട്ട്. അപ്പോൾ അതിന്ന് 2 വറ്റി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ കോറ അരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഭയങ്കര ചൂടാണ്, കോറ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നതിന് പോലും കുറച്ച് അളവിൽ ഞാൻ കോറ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കോറയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോറ ചൂടുകാലത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചൂട് ചിലവർക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. ഇവൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അധികം കൊടുക്കാറില്ല, എപ്പോഴെങ്കിലും ഒരിക്കലും അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ.